കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നും പ്രാഥമിക നിഗമനം. കത്തിയ വ്യാപാര സ്ഥാപനത്തിന്റെ പാർട്ണർമാർ തമ്മിലുള്ള തർക്കവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കെട്ടിടത്തിൽ വിവിധ വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധന തുടരുന്നു. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദു, ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ തീപിടുത്തത്തിന്റെ കാരണം തന്നെയാണ് നമുക്ക് അറിയേണ്ടതും. എന്താണ് നിലവിലെ ഒരു പ്രാഥമിക റിപ്പോർട്ടായി പറയുന്നത്? നിലവിൽ പ്രാഥമികമായി കണ്ടെത്തിയ കാര്യം ഈ ഒരു തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളും പരിശോധനകളുമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുകളിൽ സംയുക്തമായി എല്ലാ വിഭാഗങ്ങളുടെയും പരിശോധന നടക്കുന്നുണ്ട്. അതിൽ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, ഒപ്പം ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇലക്ട്രിക്കൽ കമ്മീഷണറേറ്റ് ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനയും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവർ ഒരു റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളൊക്കെ ഉണ്ടാവുക. ഈ റിപ്പോർട്ടിലായിരിക്കും വ്യക്തമായ ഒരു സ്ഥിരീകരണം, ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ കത്തിയ വസ്ത്ര വ്യാപാരത്തിന്റെ പാർട്ണർമാർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു പാർട്ണർ റിമാൻഡിൽ പോകുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു വശം കൂടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ ദുരൂഹതയൊന്നും ഈ തീപിടുത്തത്തിലില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നുള്ളൊരു കാര്യം, അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ പാർട്ണർമാർ തമ്മിലുള്ള തർക്കവും അന്വേഷണത്തിന്റെ പരിധിയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മേയർ തന്നെ അത് സമ്മതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം മന്ത്രി AK ശശീന്ദ്രനും ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ലഭിക്കേണ്ടത്. അത്തരത്തിൽ ഒരു പിഴവ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മേയറും മന്ത്രിയും ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിനൊക്കെ ഈ ഒരു പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികളും കൂടുതൽ വിവരങ്ങളും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ലഭിക്കുക.